പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടിയാനമൻ സ്ക്വയർ ചൈനയിലെ ബീജിംഗ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ചത്വരം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പൊതുസ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. വരി നിന്ന് ഇതുവരെ കാണാത്ത കനത്ത സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം ടിയാനമൻ സ്ക്വയറിൽ എത്തി. സ്ക്വയറിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ യാതൊരുവിധ രാഷ്ട്രീയ ചർച്ചകളും പാടില്ല എന്ന് ഗൈഡ് ആവർത്തിച്ച് മുന്നറിയിപ്പ് തന്നു. കാരണം 1989 നടന്ന സംഭവത്തെക്കുറിച്ച് ഓർക്കാൻ പോലും ചൈനക്കാർ ഇഷ്ടപ്പെടുന്നില്ല. ചൈനയിലെ അതിമനോഹരമായ പൂന്തോട്ടങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ലെന്ന് തോന്നുന്നു. ഏതാണ്ട് 100 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ കൂടിച്ചേർന്നാലുള്ള അത്രയും പരപ്പളവുണ്ടത്രേ ടിയാനമൻ സ്ക്വയറിന്. വിവിധ രാജ്യക്കാർ ടിയാനമൻ സ്ക്വയറിൽ കൂടെ നടന്നു നീങ്ങുന്നു. ഇടയിൽ കാണുന്ന പോലീസുകാർ അനങ്ങാതെ നിന്ന് അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നു. വരുന്നവരെ നിയന്ത്രിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. സ്വയം നിയന്ത്രിതമായി കാര്യങ്ങൾ നടക്കുന്നു. പുറകിലായി കാണുന്നത് രക്തസാക്ഷി മണ്ഡപമാണ്. അതിന് അടുത്തുനിന്ന് ഫോട്ടോകൾ എടുത്തു. തൊട്ടടുത്തായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാനം, മാവോയുടെ ശരീരം സൂക്ഷിച്ച കെട്ടിടം എന്നിവയൊക്കെ കാണാൻ കഴിയും. മാവോയുടെ ഒരു വലിയ ഫോട്ടോ ദൂരത്തായി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയായി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് മിക്കവരും. വിവിധ രാജ്യക്കാർ ടിയാനമൻ സ്ക്വയറിലൂടെ നടന്നു നീങ്ങുന്നു. ഇടയ്ക്കിടെ മറ്റു രാജ്യക്കാരെ കാണുമ്പോൾ അനുവാദം ചോദിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നുമുണ്ട്. യാതൊരു തണലും ഇല്ല ഇവിടെ, നല്ല വെയിലും. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു വിദേശി തല കറങ്ങി വീഴുന്നത് കണ്ടു. ഉടനെ പ്രത്യേക വാഹനം വന്ന് അദ്ദേഹത്തിനെ കൊണ്ടുപോയി. കാറ്, ബസ് തുടങ്ങിയ വാഹനങ്ങൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല. അവർ തന്നെ കൊണ്ടുവരുന്ന പ്രത്യേക വാഹനം തന്നെ വേണം. നല്ല വെയിലും. എല്ലാവരും വേഗം കണ്ട് എതിർവശത്തേക്ക് നടന്നു നീങ്ങി.